ഹായ് എവർക്കും ഡ്രാഫ്റ്റഡ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ഓപ്ഷൻ ബയറാണ്. ഓക്കെ, നിങ്ങളുടെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എത്ര വട്ടം ട്രേഡ് ചെയ്തിട്ടും നിങ്ങളുടെ എമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് ഒന്നോ രണ്ടോ ചെറിയ ട്രേഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ 100% ആയിട്ട് കാണുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിഗിനറായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്ന തെറ്റുകളൊന്നാണ് എമോഷനെ കൺട്രോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, എമോഷനെ കൺട്രോൾ ചെയ്യാതിരിക്കുക, ഓവർ ട്രേഡിങ് ചെയ്യുക, അല്ലെങ്കിൽ 10 ട്രേഡിൽ കിട്ടുന്ന ഒരു പ്രോഫിറ്റിനെ ഒന്നോ രണ്ടോ ലോസ് മേക്കിംഗ് ട്രേഡിലൂടെ നഷ്ടപ്പെടുത്തുക. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ട്രേഡുകളിലൊന്നാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഷോർട്ട് സൈഡിലോട്ടൊരു എൻട്രി എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ പുട്ടിൻ്റെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനത് ചാർട്ടിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താണ് അതിന് മേലെ ലോജിക്ക്, ഓപ്ഷൻ ബൈയിങ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ, നല്ല ഫോക്കസ്ഡോടുകൂടി, പേഷ്യൻസോടുകൂടി ചെയ്യാം. ഓക്കെ, അതിന് മേലെ ലോജിക്ക് എന്തൊക്കെയാണ്, പിന്നെ ഓപ്പറേറ്റേഴ്സ് ഇതിനകത്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ വരാൻ സാധ്യതയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ സമയത്ത് ചിന്താഗതി എന്തായിരിക്കും, അവർ എങ്ങനെ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വളരെ ഓപ്ഷൻ ബൈങ്ങിനെ അഡ്വാൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഏവർക്കും സ്വാഗതം. ലാസ്റ്റ് ഡേയിൽ ഓപ്ഷൻ ചെയിൻ നോക്കി ഞാനൊരു എൻട്രി പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യുകയുണ്ടായി. ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്തു. തിരിച്ച് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ആയി. ബട്ട് അതിന്റെ റിസൾട്ട് ഇന്നാണ് നമ്മൾ ഡയറക്ഷനിലി മൂവ് ഇന്ന് വരികയുണ്ടായി. ഓക്കെ, അതായത് നമ്മൾ ഇന്നലെ ഏത് ഡയറക്ഷനിലോട്ടാണോ പ്ലാൻ ചെയ്ത് ആ ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് ഇന്ന് മൂവ് ചെയ്തു. അതിനർത്ഥം നമ്മുടെ ഡയറക്ഷൻ ശരിയായിരുന്നു. നമ്മൾ അതേ ഡയറക്ഷനിലോട്ട് തന്നെ ഇന്നും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്യുന്നതിന് ഒരു വോളിയം ബേസ്ഡ് എൻട്രി ആണ്. ഓക്കെ, ഇന്നത്തെ ട്രാപ്പ് ട്രേഡിംഗിൽ വോളിയം ബേസ്ഡ് എൻട്രി ആണ്, ഷോർട്ട് സൈഡിലോട്ട് എൻട്രി ആണ്. ഓക്കെ, മാർക്കറ്റ് താഴത്തെ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് താഴത്ത് വരുന്നു. മാർക്കറ്റിൽ വോളിയം സെൽ സൈഡിൽ കൂടുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് എക്സാക്ട് ഒരു സപ്പോർട്ട്സ് ഏരിയയിൽ, അതായത് ലാസ്റ്റ് ഡേയിൽ മാർക്കറ്റ് എവിടെ നിന്നാണ് മൂവ് ആയത്. ഓക്കെ, മാർക്കറ്റ് എവിടെ നിന്നാണ് മൂവ് ആയത്, ഈ ഒരു ഏരിയയിൽ നിന്ന് മൂവ് ആയത് അതേ ഏരിയ മാർക്കറ്റ് തിരിച്ചെത്തി മുകളിലോട്ട് മൂവ് ആകുന്നത് പോലെ കാണിക്കുകയാണ്. ഓക്കെ, എക്സാക്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ കുറച്ച് നേരം ഒന്ന് ടൈം പാസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഏരിയ നിന്ന് സപ്പോർട്ട് എടുത്തു, ഈ ഒരു കുറച്ച് ഒന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് നിയർലി ഈ ഒരു ഏരിയയിൽ നിന്നും ഒരല്പം മുകളിലോട്ട്, ഏകദേശം ഒരു 200 പോയിന്റോളം മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഷോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ കറണ്ട് സിനാരിയോ 48,940 ഇരിക്കുന്നത്. അപ്പൊ 48,940 നിയർലി ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ, 49,150 അടുത്ത് എത്തുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ട്രെൻഡ്, ഇപ്പൊ ഇന്നത്തെ ഈ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. വോളിയം നോക്കുക, മാർക്കറ്റ് താഴ്ത്ത് വന്നു, അതിനുശേഷം സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ബട്ട് ഈ സപ്പോർട്ടിലെത്തിയൊന്നും വോളിയം തീർത്തും കുറയുകയാണ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഈ ഒരു ഹൈക്ക് എബോവ് എങ്കിലും മാർക്കറ്റ് പോകും. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിൽ എത്തിയാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ എനിക്ക് ബൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ എത്തിയാണ് ഞാൻ ഒഴിവാക്കും. ഓക്കെ, മാർക്കറ്റ് ഒന്നുകൂടി ഒന്ന് ടൈം പാസ് ചെയ്ത് പതുക്കെയാണ് എത്തുന്നതെങ്കിൽ ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും, ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യും. പെട്ടെന്ന് മൂവ് ആകുകയാണ്, അത് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് മൂവ് ആകുകയാണെങ്കിൽ അതിനകത്ത് സ്ട്രെങ്ത് ഉണ്ട്, അത് കുറെ കൂടി ഉയരങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ ഓപ്ഷൻ ചെയിൻ ആണ്. നിഫ്റ്റി ബാങ്കിന്റെ ഓപ്ഷൻ ചെയിൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓപ്ഷൻ ചെയിൻ കൊണ്ട് നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ. കൂടുതൽ ലിക്വിഡിറ്റി ഏത് ഏരിയയിലായിട്ടാണ് നോക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എൻട്രി എടുക്കുന്നു. അപ്പൊ ഈ ഒരു നമുക്ക് കറണ്ട് സിനാരിയോയിൽ നോക്കിയാൽ ഫസ്റ്റ് മനസ്സിലാകുന്നത് 49,000 ഒക്കെ നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അത് കോൾ റൈറ്റേഴ്സും പുട്ട് റൈറ്റേഴ്സും 49,000 ഉണ്ട്. ഇപ്പൊ ഈ ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് സൈഡ് വൈസ് പോകാൻ സാധ്യതയുണ്ട്. 49,000 200 പോയിന്റ് 300 പോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ നിൽക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാലുള്ള ഏറ്റവും കൂടുതൽ ഉള്ളത് 48,000 കോൾ റൈറ്റേഴ്സ് കൂടുതലും 48,000 സോ 48,000 കൂടുതലുണ്ട്. അതിന് താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ 46,000, 48,500, 49 ഓർ 50,000 പുട്ട് റൈറ്റേഴ്സ് വളരെ അധികം കൂടുതലാണ്. ഓക്കെ, പുട്ട് റൈറ്റേഴ്സും ഈ ഏരിയയിൽ വളരെ കൂടുതലാണ്. അതുപോലെ മാർക്കറ്റ് 50,000-നും 49,000-നും 48, 50,000-നും 48
8നും. ഇപ്പൊ ഈ 2000 പോയിന്റിനകത്ത് നിൽക്കുമെന്ന് പറഞ്ഞാണ് ഈ മന്ത്ലി ബേസിൽ ഓപ്ഷൻ ചെയിൻ കാണിക്കുന്നത്. അതായത് ഈ ഒരു മാസം 50,000നും 48നും ഇടയിൽ ഈ നല്ലൊരു സപ്പോർട്ട് ആയിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയാണ്. അപ്പം നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി. മാർക്കറ്റ് ഒന്നല്ലെങ്കിൽ 50,000ലോട്ട് മൂവ് ആകും, അല്ലെങ്കിൽ 48,000ലോട്ട് മൂവ് ആകും. പിന്നെ നമ്മൾ നോക്കേണ്ട ചാർട്ടിലോട്ടാണ്. ഓക്കെ, നമ്മൾ പുട്ടാണ് എടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പുട്ടിന്റെ ഒരു ഈ 49,000 തന്നെയാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 49,000ന്റെ സെലക്ട് ചെയ്യാം. ഇൻഡെപ്റ്റ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓൾറെഡി ഒരു മൂവ് വന്നു. ചാർട്ടിൽ നോക്കാം. ഓക്കെ, ഓൾറെഡി ഒരു മൂവ് വന്നു. ഓക്കെ, ക്വിക്കായിട്ട് തന്നെ അത് വർക്കായി. നോക്കാം. എനിവേ ഈ ഏരിയയിൽ നിന്ന് ടൈം പാസ് ചെയ്യുമെന്ന് ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ഉണ്ടോ, ഇത് മാർക്കറ്റിന്റെ ഒന്ന് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബട്ട് ഇതൊരു സപ്പോർട്ട് സോണാണ്. ഓക്കെ, സപ്പോർട്ട് സോണാണ്. സോ മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടും. സപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ ക്വിക്കായിട്ട് സപ്പോർട്ട് എടുക്കണം. അധികം ടൈം ചെയ്യാതെ മുകളിലോട്ട് പോകാം. ഇതിനെയാണ് എക്സാക്ട് സപ്പോർട്ടിൽ ബൈങ് എന്ന് പറയുക. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഒരല്പനേരം കൂടി ടൈം ചെയ്യുകയാണെങ്കിൽ തന്നെ സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഇതിനെ സപ്പോർട്ട് എന്ന് പറയാം. അല്ലാതെ മാർക്കറ്റ് സപ്പോർട്ടിൽ എത്തുകയും മുകളിലോട്ട് പോകുന്നത് പോലെ കാണിക്കുകയും പിന്നെയും അതേ ഏരിയ തന്നെ വരികയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ ഏരിയയിൽ ടൈം പാസ് ചെയ്യാനായിരിക്കും മാർക്കറ്റിന് സാധ്യത കൂടുതൽ. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കുക. ഓക്കെ, രണ്ടാമത് മാർക്കറ്റിന് ഇവിടെ ക്വിക്കായിട്ട് സെല്ലിംഗ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്വിക്കായിട്ട് താഴത്തോട്ട് വരിക. അത് ഒന്നാമത്തെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. അതായത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകുന്നത് പറയുമ്പോഴേ സെല്ല് ചെയ്യുക. ഓക്കെ, അത് ഫസ്റ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് ഈ ഏരിയയിൽ സൈഡ് വേസ് പോയതിനു ശേഷം ഇതേപോലെ റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഞാൻ ഷോർട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ബിക്കോസ് ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്. ഈ സപ്പോർട്ട് ഏരിയയിൽ ഇത്രയും നല്ലൊരു സെല്ലിംഗ് വന്നതിന് ശേഷം ഈ ഏരിയയിൽ റീറ്റെയിലേഴ്സ് സെല്ലേഴ്സ് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ സോ ഇങ്ങനെ ഈ ഒരു മൂവിനായിരിക്കും ഈ വരുന്ന ഒരു 1-2 മണിക്കൂറിൽ മാർക്കറ്റ് നിൽക്കാൻ സാധ്യത. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മാർക്കറ്റ് അതേ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് എക്സാക്ട് ആ ഏരിയയിൽ നിന്ന് സ്ട്രോങ് ഒരു അപ്സൈഡ്. ഓക്കെ, നിയർലി 350 പോയിന്റ് 350 പോയിന്റിന്റെ ഒരു സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് തന്നെ ഈ ഏരിയയിലെ സെല്ലേഴ്സിനെ എല്ലാം ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സെല്ലേഴ്സിനെ എന്ത് ചെയ്തു, ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയാണ് ആക്ച്വലി മൂവ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ 3 മിനിറ്റ് ക്യാൻഡിലിന്റെ ഈ 3 മിനിറ്റ് ക്യാൻഡിലിന്റെ ക്ലോസിങ്ങിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് എത്രത്തോളം വെയിറ്റ് ചെയ്യണം, എക്സാക്ട് റെസിസ്റ്റൻസ് ടച്ച് ചെയ്തൊന്നും, അതായത് നമ്മൾ പ്ലാൻ ചെയ്തത് എവിടുന്നായിരുന്നു, ഇതിന് മുകളിൽ ബൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിന് മുകളിൽ ബൈ ചെയ്യാനായിട്ട് എക്സാക്ട് ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ 3 മിനിറ്റിന്റെ ഈ ലാസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ബിക്കോസ് ഇത്ര നല്ല സ്ട്രോങ് ആയിട്ടൊരു മൂവ് പോയതാണ്. ഓക്കെ, ഇത്ര നല്ല സ്ട്രോങ് ആയിട്ടൊരു മൂവ് പോയതാണ്. സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി ആ ഏരിയയിൽ എത്തുമ്പോൾ ഒരു സെല്ലിംഗ് കാണിച്ചെന്നാലും റീട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ടൊന്ന് പുഷ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള സമയമായി. നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യുകയാണ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 529 ഓക്കെ, 529 ആവറേജ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഏരിയന്ന് ഷോർട്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയിട്ട് ഈ ഏരിയന്ന് ഷോർട്ട് ചെയ്തു. ട്രെൻഡിനനുസരിച്ചാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയന്ന് ഷോർട്ട് ചെയ്തു. ടാർഗറ്റ് ഒരല്പം ബിഗ് ആണ്. 48,000 ആണ് നമ്മുടെ ടാർഗറ്റ്. 48,000. ഓക്കെ, 48,000 ഒരു ബിഗ് ടാർഗറ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഒരല്പം കൂടി വൈഡ് ആണ്. ഇത് ഈ ഒരു റേഞ്ചിലോട്ട് പോകും. ഇവിടെ ഈ മൂവ് വന്നത് എല്ലാ പിന്നെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി. റീറ്റെയിലേഴ്സിനുള്ള സെല്ലേഴ്സിനെ മാർക്കറ്റ് റിമൂവ് ചെയ്തു. ഓക്കെ, റിമൂവ് ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലെല്ലാം ഹണ്ട് ചെയ്തു. ഇനി മാർക്കറ്റിന് താഴത്തോട്ട് പോകണം. ഓക്കെ, അപ്പൊ ഇത്രയും വലിയൊരു ഈ ഒരു സ്പൈക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ റീറ്റെയിലേഴ്സിന്റെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂസ് ആയി. റീറ്റെയിലേഴ്സ് കൺഫ്യൂസ് ആയിട്ടുണ്ട്. ആകെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു സ്പൈക്ക് വന്നതിന് മുകളിലോട്ട് പോകും, എന്ത് ചെയ്യും. ഈ ഒരു ക്യാൻഡിൽ വന്നില്ല, ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നു. ഓക്കെ, അടുത്ത ഈ 2-3 ക്യാൻഡിൽ ഇത് ഈ ഏരിയയിൽ എത്തിയാൻ. ഓക്കെ, ഈ ഒരു ഏരിയ ഡേ ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ആകാനായിരുന്നു മുകളിലോട്ട് മൂവ് ആയാൽ ഈ 2-3 ക്യാൻഡിൽ ഈ ഏരിയയിലേക്ക് എത്തിയാൻ. ഓക്കെ, പക്ഷെ അത് മൂവ് ആയില്ല. എന്തുകൊണ്ട് മൂവ് ആയില്ല? പക്ഷെ അതിന് മുകളിലോട്ട് പോകാനായിട്ടുള്ള താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണിത്. ഇവിടുത്തെ ഈ സിനാരിയോ, ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഇതിനിവിടെ മുകളിലോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. ഇത് അടുത്ത സപ്പോർട്ടിൽ, അതായത് 40 നമ്മൾ കണ്ടെത്തിയ റേഞ്ച് അറിയാവുന്ന 50,000നും പിന്നെ 49,000 നേരെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം നല്ല ഹണ്ട് ചെയ്യും. 49 to 48Kയിലോട്ട് പോകാൻ, 48K അല്ലെങ്കിൽ 48.5K. ഓക്കെ, 48,500. ഓക്കെ, 48,500ലോട്ട് ഏകദേശം നിയർലി ഇവിടുന്ന് ഒരു 200-300 പോയിന്റ് എങ്ങനെ താഴത്തോട്ട്
അപ്പോൾ അത് ഈ ഒരു ഏരിയയിലൊക്കെ പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. 48,500 സ്റ്റോപ്പ് ലോസ്, അത് കഴിഞ്ഞ് 48,000 സ്റ്റോപ്പ് ലോസ്. ഈ ഒരു സ്റ്റോപ്പ് ലോസിലോട്ട് മൂവ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിനനുസരിച്ച് നമ്മൾ എൻട്രി എടുത്തു. പൊസിഷൻ എൻട്രി എടുത്ത് 529 ബാങ്ക് നിഫ്റ്റിയുടെ 49,000 PE 529 നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, ഇനി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, എന്റെ പൊസിഷനെ എനിക്ക് ഈ ഏരിയയിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. എന്താണ് അതിന് വലിയ റീസൺ? എന്റെ ഫേവറിൽ വന്നു മാർക്കറ്റ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ലോജിക്കിനനുസരിച്ച് നമ്മൾ എൻട്രി എടുത്തു, നമ്മുടെ ഫേവറിൽ വന്നു. ഓക്കെ, നമ്മൾ നിങ്ങളുടെ ഫേവറിൽ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് എക്സാക്ട് ആ ഡേ ലോയൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് അതേ ഏരിയയിൽ എത്തുകയാണെങ്കിൽ, ഓക്കെ, അതേ ഏരിയയിൽ എത്തിയിട്ട് പിന്നെ മുകളിലോട്ട് പോകുകയെന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് 1, 2, 3 ക്യാൻഡിൽ ഈ ഏരിയയിൽ എത്തണം. അപ്പൊ ഇങ്ങനെ ഇത്രയും ഒരു സ്ട്രെങ്ത് ഈ ഏരിയയിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെറിയൊരു പുഷ് തരികയാണെങ്കിൽ തന്നെ നമ്മുടെ എൻറ്റയർ പ്രോഫിറ്റിനെ അത് ഇല്ലാണ്ടാക്കും. തീറ്റ ഡിക്കേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ഒരു സ്ട്രോങ് മൂവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മുടെ പൊസിഷൻ എന്ന് കാണിച്ചു തരാം. അപ്പൊ എന്റെ കയ്യിൽ ഇന്ന് 14,000 ഓക്കെ 14,748 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇന്ന് പറ്റി. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയുടെ ലോജിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പേഷ്യൻസോടുകൂടി എങ്ങനെ വെയിറ്റ് ചെയ്തു, എന്താണ് എൻ്റെ ടെക്നിക്സ്, ഞാൻ ആ ഒരു മൂവ് വരും വരെ ഞാൻ എങ്ങനെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു മൂവ് താഴത്ത് വന്നു, ഇനി ആ സപ്പോർട്ടിലെത്തിയതിനു ശേഷം ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു മൂവ് മുകളിലോട്ട് ഉണ്ടാകും, എങ്ങനെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു ഇൻസ്ട്രുമെന്റിൽ, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം കഴിഞ്ഞ 4 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിന്റെ ബിഹേവിയർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരൊറ്റൊരു കാര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ ഒരു മൂവ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ, അതായത് ഇങ്ങനെ ഒരു ചെറിയൊരു സിങ് ഉണ്ട്, ആ സിങ്ങിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായി മാർക്കറ്റ് താഴ്ത്ത് വരുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, താഴ്ത്ത് വരുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ പൊസിഷൻ ഞാൻ എന്തുകൊണ്ട് ആ ഏരിയയിൽ എക്സിറ്റ് ചെയ്തു? നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ഒരു വട്ടം നമ്മുടെ ഫേവറിൽ വന്നു. ഓക്കെ, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് താഴത്ത് ഇങ്ങനെ വരികയാണ്. വന്നതിന് ശേഷം ആ ഡേ ലോ, അല്ലെങ്കിൽ ഡേ ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കിയ ആ ഒരു മൂവിൻ്റെ, അതായത് ആ ഏരിയയിൽ എത്തിയതിനു ശേഷം മാർക്കറ്റ് മുകളിലോട്ട് മൂവായി, അതിനുശേഷം തിരിച്ച് അതേ ഏരിയയിൽ എത്തുമ്പോൾ, ഓക്കെ, അതേ ഏരിയയിൽ എത്തുമ്പോൾ സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് ക്വിക്കായിട്ട് താഴ്ത്തു പോകണം. 1-2 ക്യാൻഡിൽ 300-400 പോയിന്റ് താഴ്ത്തു പോയിരിക്കണം, 2-3 ക്യാൻഡിൽ. പക്ഷേ പോയില്ല. അതിനുശേഷം ചെറുതായി അതേ ഏരിയയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാൻഡിൽസിന്റെ വലിപ്പം കുറയുന്നു, ചെറുതായി വരുന്നു. അത് സെൽ സൈഡിലെ ക്യാൻഡിൽസ് ചെറുതായി വരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഓവർകം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായി. ബയേഴ്സ് അവിടെ ഓവർകം ചെയ്യുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങൾ എനിക്ക് എങ്ങനെ മനസ്സിലായി, അതെല്ലാം ഞാൻ എൻ്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. 3 മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ് ഉള്ളത്. ബേസിക് ടു അഡ്വാൻസും, വോളിയം ക്രാഫ്റ്റ്സും, പിന്നെ മാസ്റ്റർ ക്ലാസ്സും. അപ്പോൾ ഈ 3 മെമ്പർഷിപ്പ് പ്രോഗ്രാമിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ട്രേഡിംഗ്, എൻ്റെ സെറ്റപ്സ്, ഈ ഓപ്ഷൻ ബൈങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓക്കെ, നഷ്ടത്തിലായിട്ടുള്ള ഒരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ അവർക്ക് എങ്ങനെ നല്ലൊരു ട്രേഡർ ആകാം, അതെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ബ്രീഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുക. കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.